ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഫാമിലീനെ കുറിച്ചിട്ടാണ് കേട്ടോ. കുടുംബം നമുക്കെല്ലാവർക്കും അറിയാം, അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാനിതൊരു സ്ഥലത്ത് വായിച്ചത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും. എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. സോ കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നതാണ് കുടുംബം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇത് കേൾക്കുന്നവർ അല്ലെങ്കിൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്ന കുടുംബം എത്ര പേർക്കുണ്ട്, അതുപോലെ തന്നെ കൂടുമ്പോൾ അടിപിടി കച്ചറ ഉണ്ടാവുന്ന കുടുംബം എത്ര പേർക്കുണ്ട്. ആക്ച്വലി ഞാനത് രണ്ടാമത്തെ സെഗ്മെന്റിൽ പെട്ട ഒരാളാണ് കേട്ടോ. ഞാൻ ഒരുപാട് കുടുംബക്കാരുള്ള ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും ഒരു പരിപാടിക്ക്, ഒരു കല്യാണമോ ഒരു കാര്യങ്ങളോ, എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഞങ്ങളെല്ലാവരും കൂടെ കൂടും. അപ്പോൾ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, ഒരു 10-60 ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരും കൂടെ കൂടുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ മിക്കവാറും ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാനൊരു സബ്ജക്റ്റ് പറയാൻ വളരെ യോഗ്യനാണ് എന്നുള്ളത് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. സോ നമുക്ക് ഡയറക്റ്റായിട്ട് ടോപ്പിക്കിലേക്ക് പോവാം. ഒരു പക്ഷിക്ക് 2 തലയാണ്. ആ പക്ഷി പറന്നു പോകുമ്പോൾ ഒന്നാമത്തെ തല ഒരു പഴം കണ്ട് ആ പക്ഷി നേരെ അതിലേക്ക് പറന്നു വന്നിരുന്ന് ഒന്നാമത്തെ തല ആ പഴം ഭക്ഷിക്കാൻ ആരംഭിച്ചു. രണ്ടാമത്തെ തല പറഞ്ഞു, നീ ചെയ്യുന്ന ശരിയല്ല, എനിക്കും കൂടെ ഇതിൻ്റെ ഒരു പങ്ക് തരണമെന്ന്. അപ്പോൾ ഒന്നാമത്തെ തല മറുപടിയായിട്ട് പറഞ്ഞു, നമുക്ക് 2 പേർക്കും ഒരേ വയറാണ്. അപ്പോൾ ഞാൻ തിന്നു കഴിഞ്ഞാലും നീ ഭക്ഷിച്ചു കഴിഞ്ഞാലും ഒരേ വയറിലേക്കാണ് പോണത്, അതുകൊണ്ട് ഞാൻ കഴിച്ചാൽ മതിയെന്ന്. ഇത് കേട്ട് നിസ്സഹായാവസ്ഥയിൽ രണ്ടാമത്തെ തല നിൽക്കുകയാണ്. രണ്ടാമത്തെ ദിവസം പക്ഷി പറന്നു പോകുമ്പോൾ രണ്ടാമത്തെ തല ഒരു പഴം കാണുകയും ആ പഴത്തിലേക്ക് പക്ഷി വന്ന് രണ്ടാമത്തെ തല ആ പഴം ഭക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ഒന്നാമത്തെ തല പറഞ്ഞു, നീ അത് ഭക്ഷിക്കരുത്, അത് വിഷമാണ്. എന്നോടുള്ളൊരു ദേഷ്യം കൊണ്ട് നീ അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2 പേരും മരിക്കുമെന്നുള്ളത് ഒന്നാമത്തെ തല രണ്ടാമത്തെ തലയോട് പറഞ്ഞു. രണ്ടാമത്തെ തല ഇത് കേൾക്കാണ്ട് ആ പഴം ഭക്ഷിക്കുകയും തൽക്ഷണം ആ ഒരു പക്ഷി അവിടെ മരിച്ചു വീഴുകയാണ് ഉണ്ടായത്. സോ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടപ്പറപ്പുകൾ തമ്മിലുള്ളൊരു കലഹം ആ കുലം തന്നെ മുടിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു വലിയൊരു അർത്ഥം വരുന്നത്. നമ്മളെ കൂടപ്പിറപ്പുകളിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന വഴക്കുകൾ, അതുപോലെ ഈഗോ, അവർ ഒത്തുകൂടുമ്പോഴുള്ള കലഹങ്ങൾ, ആ എൻ്റെയർ പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഫാമിലി അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പരിപാടിയൊക്കെ എൻ്റെയർ ആ മൂഡ് തന്നെ, നമ്മുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ മാറ്റും. പിന്നെ അവരുടെ ആ ഫാമിലി മൊത്തം ഇല്ലാണ്ടാവും. നമ്മൾ തികച്ചും അപരിചിതരായവർ തമ്മിലുള്ള വഴക്കും കലഹവും ഒക്കെ അവർ തമ്മിൽ യാതൊരുവിധ ബാധ്യതകളോ ഉത്തരവാദിത്വമോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ജനക്കൂട്ടം പിരിഞ്ഞു പോകുമ്പോൾ ആ വിഷയവും അവിടെ തീർന്നു പോകും. അതേപോലെ തന്നെ അയൽക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇത് ഇടയിലുള്ള ഒരു മതിലിൽ തട്ടി അതിൻ്റെ കാഠിന്യം കുറയുന്നു. പക്ഷേ ഫാമിലീൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ആ എൻ്റെയർ ഫാമിലിനെ വളരെ ഗുരുതരാവസ്ഥയിൽ ബാധിക്കുന്നു. ആ ഫാമിലിയിൽ മുതിർന്നവരുണ്ടാവാം, ചെറിയ കുട്ടികളുണ്ടാവാം. ഇവരുടെ ഈ ചെറിയ കുട്ടികളുടെ വളർച്ചേനെയൊക്കെ അത് വളരെ ഗൗരവത്തോടെ തന്നെ അത് ബാധിക്കുന്നു. അതുകൂടെ തന്നെ മുതിർന്നവരുടെ മാനസികാവസ്ഥയൊക്കെ വളരെ രീതിയിൽ അത് താളം തെറ്റിക്കാനുള്ള ഒരു സാധ്യതയും കൂടെ ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു കലഹം, ഈ ഒരു ഈഗോ, അങ്ങനെ ആ ഫാമിലി തന്നെ ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥ ഒരുപാട് നമ്മൾ ഈ സൊസൈറ്റിയിൽ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. സോ ഒരു സംഘം നശിക്കാൻ മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് പുറത്തുള്ളവരുടെ ഒരു കടന്നുകയറ്റവും ആക്രമണവും കൊണ്ടല്ല, ആ സംഘത്തിൻ്റെ ഉടലെടുക്കുന്ന ആൾക്കാരിൽ ഉടലെടുക്കുന്ന അഹങ്കാരവും ഗർവവും കൊണ്ടാണ് ഈ ഒരു സംഘം ഇല്ലാണ്ടാവുന്നത്. വല്ലപ്പോഴും കാണുന്നവർക്കിടയിലെ ഒരു പ്രശ്നങ്ങൾ ആ ഒരു മഞ്ഞുരുകാൻ ഇടവേളകൾ മാത്രം മതി. പക്ഷേ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്നവർക്കിടയിലെ ആ പ്രശ്നങ്ങൾ അങ്ങനെ നേറിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പുറത്ത് ഉള്ളവർക്ക് കൊടുക്കുന്ന ഒരു ആദരവും ബഹുമാനവും, അതേപോലെ തന്നെ നമ്മൾ സ്നേഹവും, അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ കാണിക്കുന്ന ഒരു പക്വതയൊക്കെ നമ്മളെ ഫാമിലിയിലെ ഉള്ളിലുള്ളവർക്ക്, നമ്മളെ ഫാമിലി മെമ്പേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ആ കൂട്ട് എപ്പോഴും നിലനിൽക്കും. സോ എല്ലാവരും ഈ ഒരു കാലത്ത്
നല്ലൊരു ഫാമിലി ആയിട്ട് സന്തോഷത്തോടെ കഴിയണം എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ടാവും അല്ലേ. ഒരു ഫാമിലി ഇല്ലാണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ. സോ ആ ഫാമിലി എപ്പോഴും നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കുക. എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ പോവാം. നമ്മളെല്ലാവർക്കും ആ ഫാമിലി മെമ്പേഴ്സിന് കൊടുക്കേണ്ട ബഹുമാനവും കരുതലും സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ നമ്മൾ കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ജയ് ഹിന്ദ്.